ആനിമെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു വാക്കാണ് ആനിമെ. ലോകത്ത് 258 കോടി ജനങ്ങൾ കാണുന്നൊരു സംഭവം. പലരും കാർട്ടൂൺ എന്ന് പറഞ്ഞ് കളിയാക്കുന്നൊരു സംഭവം. എന്താണ് ഈ ആനിമെ? എന്താണ് ഇത്രയും പോപ്പുലർ ആവാൻ കാരണം? അതിനുള്ളിൽ എന്താണുള്ളത്? ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. എൻ്റെ പേര് അവിനാഷ്. വെൽക്കം ടു ആഷ് ഫ്രസ്. എന്താണ് ഈ ആനിമെ? ഒന്നുമില്ല, ജാപ്പനീസ് ആനിമേഷനാണ് ആനിമെ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. ഈ ആനിമയുടെ ഒക്കെ തുടക്കം എവിടെയുന്നു? 1917 പുറത്തിറങ്ങിയ നമാകുറ കട്ടാന, പ്രൊണൗൺസിയേഷൻ തെറ്റാണ് എന്നെനിക്കറിയാം, സോറി. അതാണ് ആനിമെ എന്നൊരു കോൺസെപ്റ്റിന് വഴി തുടങ്ങിയത്. അതായിരുന്നു ആനിമയുടെ തുടക്കമെങ്കിലും അത് ആൾക്കാർ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത് ഡ്രാഗൺ ബോൾ എന്ന് പറഞ്ഞ ആനിമെ വന്നതിന് ശേഷമാണ്. അതിന് ശേഷമാണ് പലരും അതിന് ഇൻസ്പിറേഷനാക്കി പല ആനിമേസും ഉണ്ടാക്കിയത്. അന്ന് ഡ്രാഗൺ ബോൾ വന്നതിന് ശേഷം പല ആനിമേസും ജീവൻ വെച്ചു. വൺ പീസ്, നറൂട്ടോ, ഇതൊക്കെ ഡ്രാഗൺ ബോൾ വന്നതിന് ശേഷം അതിന് ഇൻസ്പിറേഷൻ കൊണ്ടിട്ടാണ്. അതിൻ്റെ ക്രിയേറ്റേഴ്സ് തന്നെ പറയുന്നുണ്ട്, അന്ന് അക്കിറ ടോറിയാമ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞങ്ങൾക്കും പ്രചോദനം കിട്ടിയത് പുതിയ ആനിമേസ് ഉണ്ടാക്കാൻ. എയ്ച്ചിറോ ഓഡ, കിഷിമോട്ടോ ഇവരൊക്കെ അക്കിറ ടോറിയാമയെ ഒരു മാസ്റ്റർ എന്ന നിലയ്ക്കാണ് കണ്ടിരുന്നത്. ഇനി അടുത്തത് കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ കളിയാക്കൽ. ഒരു ആനിമെ വാച്ചർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഹ്യൂമിലിയേഷനാണത്, കാർട്ടൂൺ എന്ന് പറഞ്ഞ കളിയാക്കൽ. പലരും കാർട്ടൂൺ എന്ന് പറയുന്നത് കളിയാക്കാറുണ്ട്. അത് മിക്കവരും 30 വയസ്സിന് മുകളിലവരാണ് ഇങ്ങനെ പറഞ്ഞ കളിയാക്കാറ്. ലോകത്തിലെ 258 കോടി ജനങ്ങളിൽ 134 കോടി ജനങ്ങളും 30 വയസ്സിന് മുകളിലവരാണ് ആനിമെ കാണുന്നവർ. ആ 30 വയസ്സ് കാണുന്ന കാറ്റഗറിയിൽ ആരും ആനിമയെ കാർട്ടൂൺ എന്ന് പറഞ്ഞ് കളിയാക്കാറില്ല. കാരണം അവർക്ക് ആനിമയും കാർട്ടൂണും തമ്മിലുള്ള ഡിഫറൻസ് അറിയാം. അവർക്കറിയാം ആനിമെ എന്നത് ഒരു വികാരമാണെന്ന്. അത് കണ്ടു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഒരു കോൺഫിഡൻസും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഓരോ ആനിമയും നമുക്ക് ഓരോ മെസ്സേജ് തരാറുണ്ട്. അതാണ് ആനിമയുടെ ഒരു മെയിൻ പ്ലസ് പോയിന്റ്. എന്താണ് ഇത്രയും പോപ്പുലർ ആവാൻ കാരണം ആനിമെ? കാരണം അതിൻ്റെ സ്റ്റോറി ലൈനാണ്. നമ്മൾ സാധാരണ സിനിമയിൽ കാണുന്ന ടൈപ്പ് സ്റ്റോറി ഒന്നുമല്ല ഇതിൽ പല ടൈപ്പ് ജനറേഴ്സും ഉണ്ട്. ബോക്സിങ് ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, സൂപ്പർ പവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നോർമൽ ആയിക്കോട്ടെ, അങ്ങനെ പലതും ആയിക്കോട്ടെ. അതിൻ്റെ ഓരോ സ്റ്റോറിയും വ്യത്യസ്തമാണ്. പലതും ഇൻസ്പിറേഷൻ കൊണ്ടിട്ടാണെങ്കിലും ഓരോ ആനിമെ കാണുമ്പോഴും നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ഒരു കോൺഫിഡൻസ് കിട്ടും. ആനിമെ കാണുന്നവർക്ക് ഹാർഡ് വർക്കിനെയും ഇതിനൊക്കെ വില അറിയാം. കാരണം അവർ ആനിമെ കണ്ട് വളർന്നു. കാർട്ടൂൺ നമ്മളെ ചിരിപ്പിക്കാൻ പഠിപ്പിക്കുമ്പോൾ ആനിമെ നമ്മളെ ചിന്തിപ്പിക്കാൻ പഠിപ്പിക്കാറുണ്ട്. അതിലത്തെ ഓരോ സ്റ്റോറിയും ഓരോ മെസ്സേജ് തരും. വിൻലാൻഡ് സാഗ തരുന്നൊരു മെസ്സേജ്, നമുക്ക് ശത്രുക്കളില്ല. നറൂട്ടോ തരുന്ന മെസ്സേജ്, നമ്മൾ ഒരിക്കലും തോറ്റു കൊടുക്കാൻ പാടില്ല. വൺ പീസ് തരുന്ന മെസ്സേജ്, നമ്മുടെ സ്വപ്നങ്ങൾ എത്ര വലുതായിക്കോട്ടെ നമ്മളത് പരിശ്രമിച്ചില്ലെങ്കിൽ കാര്യമില്ല. അങ്ങനെ പല ആനിമേസും പല മെസ്സേജും തരാറുണ്ട്. ഈ ഓരോ ആനിമെ കണ്ടാലും നമുക്കും ചെറിയൊരു കോൺഫിഡൻസ് കിട്ടും അത് ചെയ്ത് കാണിക്കാൻ. നമ്മുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസും കിട്ടും. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ആനിമെയെങ്കിലും കണ്ടതിന് ശേഷമേ അതിനെ ജഡ്ജ് ചെയ്യാൻ പാടുള്ളൂ. ഈ ആനിമെ കാണാത്തവരാണ് ആനിമെ കാർട്ടൂൺ എന്ന് പറഞ്ഞ് ജഡ്ജ് ചെയ്യാറില്ലേ. ഞാൻ അവരോട് ഒരു റിക്വസ്റ്റ്, ഒരേ ഒരു ആനിമെ കണ്ട് എന്നിട്ട് ജഡ്ജ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു ആനിമെ കണ്ട് ജഡ്ജ് ചെയ്യാം, അല്ലെങ്കിൽ ആനിമേനെ ജഡ്ജ് ചെയ്യാതിരിക്കുക, അത്രേ പറയാനുള്ളൂ.
നിങ്ങൾക്ക് ആനിമെ എന്നൊരു കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇത് ഇനി മനസ്സിലായില്ല എന്നെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും ഒരു വീഡിയോ ഉണ്ടാക്കാം വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഉണ്ടാക്കാം. ഇനി നിങ്ങൾക്ക് ആനിമെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, ബിഗിനേഴ്സിന് പറ്റിയൊരു ആനിമെ പറഞ്ഞിട്ട്. അത് പോയി കാണുക, അതിലേതെങ്കിലും ആനിമെ പോയി കണ്ടോളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.